ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഈ കോർണറിലെ ഈ കോർണർ കാരണം നമുക്ക് ഇടത്തു നിന്നും വലത്തേക്ക് വീശുന്ന സമയത്ത് വാഹനങ്ങളെ ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഉള്ള അവസ്ഥയില് ഡ്രൈവർ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കർമ്മം. അപ്പോ നമുക്ക് ഒരു വളവ് നോക്കാം. അപ്പം ഡ്രൈവർ എങ്ങനെയാണ് വീശുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം സ്റ്റെഫിനാണ് ഈ വളവ് എടുക്കുന്നത്. അപ്പം ഇടതുവശത്തൂടെ നമ്മൾ പോകുമ്പോൾ വലതുവശത്തേക്കുള്ള കൂടെ വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാതെ വരുമ്പോഴ് നമ്മുടെ ഹെഡ്, ഓടിക്കുന്ന ഡ്രൈവറിന്റെ ഹെഡ് ഇങ്ങോട്ട് നടുവശത്തേക്ക് ഈ ഭാഗത്തേക്ക് വരണം. വന്നിട്ട് നോക്കി സ്പീഡ് കുറച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കണ്ടു വേണം നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ചിലപ്പം കൂട്ടയിടിയൊക്കെ നടക്കും, പറയാൻ പറ്റത്തില്ല. കാരണം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ഇടതുവശത്തോട്ടല്ലേ പോകുന്നത് മുൻപോട്ട്. അപ്പൊ എതിരെ വരുന്ന വാഹനങ്ങൾ അതും മുന്നോട്ടാണ് പോകുന്നത്. അപ്പം അതിന്റെ രണ്ടിന്റെ ആ കോർണർ കൂട്ടിയിടിക്കും. കാണാൻ മേലാത്ത അവസ്ഥയായതുകൊണ്ട് കോർണർ കൂട്ടിയിടിക്കും. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കുന്ന വ്യക്തികൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഒരു ലേശം നടുവശത്തേക്ക് നീങ്ങി, ഈ ഗ്ലാസിന്റെ നടുവശത്തേക്ക് നീങ്ങി ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ വാഹനങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് ഒരു ആക്സിഡന്റ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഈ വീഡിയോ ഇവിടെ ആ ഒരു കാര്യം മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. നന്ദി. ഓക്കെ.